കർത്താവ് എന്റെ മോളെ തിരിച്ചു തന്നല്ലോ. മോളെ ഓക്കൊന്നും പറ്റിയില്ലല്ലോ. അവര് മോളെ ഉപദ്രവിച്ചോ? ഇല്ല മമ്മി. ആരാ അവരെന്തിനാ എന്നെ കിഡ്നാപ്പ് ചെയ്തത്? അത് ഇനി അതേപ്പറ്റിയൊന്നും നീ അന്വേഷിക്കണ്ട. മോക്കൊന്നും പറ്റാതെ തിരിച്ചെത്തിയല്ലോ, എനിക്കത് മതി. അത് പോരാ. എന്തിനാണ് അവരെന്നെ കിഡ്നാപ്പ് ചെയ്തതെന്ന് എനിക്കറിയണം. മമ്മിയിൽ നിന്ന് എന്ത് കാര്യം സാധിക്കാൻ വേണ്ടിയാ അവരെന്നെ തടങ്കലിൽ വെച്ചത്? മമ്മി പറ. വേണ്ട മോളെ, ഇപ്പൊ അതേക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട. മോള് വാ, വന്ന് കുളിച്ച് വല്ലതും കഴിക്കാൻ നോക്ക്. അതൊക്കെ പിന്നെ. ജസ്റ്റ് ടെൽ മീ, മമ്മി ആരെയാ ഭയപ്പെടുന്നത്? വാട്ട്സ് ഹാപ്പനിങ് വിത്ത് യു? ഞാൻ ഭയപ്പെടാനോ? ആരെ? എന്തിനു ഭയപ്പെടാൻ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യണം. എന്നെ തട്ടിക്കൊണ്ടു പോവാൻ കൊട്ടേഷൻ കൊടുത്തവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം നമുക്ക്. അതൊന്നും വേണ്ട മോളെ. നമ്മളൊക്കെ എത്ര നിയമയുദ്ധം നടത്തിയാലും അവരെ ഒന്നും തൊടാൻ പോലും പറ്റില്ല നമുക്ക്. അവസാനം എല്ലാം നഷ്ടപ്പെടുന്നത് നമുക്ക് മാത്രമായിരിക്കും. എന്ത് നഷ്ടപ്പെടാൻ? ആര് നഷ്ടപ്പെടാൻ? മമ്മി ആരെയായി ഭയക്കുന്നത്? അവരാരെന്ന് എന്നോട് പറ പ്ലീസ്. വേണ്ട മോളെ, വേണ്ട. ജസ്റ്റ് ഫർഗെറ്റ് ഇറ്റ്. അവരൊക്കെ എന്തും ചെയ്യാൻ മടിക്കാത്തവരാ. മോളിപ്പോ അത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. ലുക്ക്, മമ്മിക്കിപ്പോ ഏറ്റവും വലുത് നിന്റെ ഫ്യൂച്ചറാ. അതിനപ്പുറം ഒന്നുമില്ല. നീ ഇപ്പോ കൂടുതലൊന്നും ചോദിച്ച് മമ്മിക്ക് ടെൻഷൻ തരരുത്. മോളെ ഇനി ആരും ഉപദ്രവിക്കില്ല, അതുറപ്പാ. വാ. നിനക്കറിയാലോ, ഞാനും മമ്മിയും മാത്രം അടങ്ങുന്നതാ ഞങ്ങളുടെ ലോകം. ഡാഡി മലേഷ്യയിൽ നിന്ന് ബിസിനസിന്റെ തിരക്കിനിടയിൽ വല്ലപ്പോഴേ വരൂ. ഇപ്പോഴീ നടന്ന സംഭവത്തിന് ശേഷം എന്റെ കാര്യത്തിൽ ഇതുവരെ ഇല്ലാത്ത ആൻസൈറ്റിയാണ് മമ്മിക്ക്. എന്നെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും. പ്രൊഫസർ അന്ന കുര്യനിൽ നിന്ന് മാറി സ്വന്തം മമ്മിയുടെ ലവും കെയറും ഞാൻ ഇപ്പോഴാ തിരിച്ചറിയുന്നതെന്ന് പറയാം. മമ്മി എന്തൊക്കെയോ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ടാ നിന്നോട് അങ്ങനെയൊക്കെ പെരുമാറിയത്. അല്ലാതെ നിന്നെ വെറുക്കാൻ മമ്മിക്ക് പറ്റില്ല. സത്യം പറഞ്ഞാൽ മമ്മിയുടെ മനസ്സിൽ എന്താണെന്ന് മമ്മിക്ക് അറിയൂ. സോറി വിസ്മയ, മമ്മിയുടെ പെരുമാറ്റം നിനക്ക് നന്നായി ഫീൽ ചെയ്തു എന്ന് എനിക്കറിയാം. മമ്മിക്ക് വേണ്ടി ഞാൻ നിന്നോട് സോറി ചോദിക്കുന്നു. ഐ ആം എക്സ്ട്രീംലി സോറി. എന്താ ഇത്? നീ എന്തിനാ സോറി പറയുന്നത്? അവിടെ നാട്ടി ഇറക്കിയാലും എനിക്ക് ഡോക്ടറമ്മയെ വെറുക്കാനൊന്നും പറ്റില്ല. അത്രയ്ക്ക് അടുപ്പമുള്ളവര് പെട്ടെന്ന് തള്ളി പറഞ്ഞ ആരായാലും ഒന്ന് ഇമോഷണലായി പോവില്ലേ? എനിക്കും അതേ തോന്നിയുള്ളൂ. അത് കഴിഞ്ഞു. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.